നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദി എഫക്ട് ഓഫ് ബിറ്റേർനെസ്. നോട്ട് ചെയ്താട്ടെ, ദി എഫക്ട് ഓഫ് ബിറ്റേർനെസ്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ബിറ്റേർനെസ്, കയ്പിൻ്റെതായിരിക്കുന്ന പരിണിത ഫലങ്ങൾ. എന്താണോ അതിന്റെ പരിണിത ഫലം? നമ്മൾ ഈ വിഷയം പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. കയ്പ് എന്ന് പറയുന്നത് പുറത്ത് കാണുവാൻ സാധിക്കുന്ന ഒന്നല്ല. പിന്നെയോ വേദപുസ്തകം പറയുന്നു വല്ല കയ്പുള്ള വേരും മുളച്ച്. അപ്പോൾ കയ്പ് എന്ന് പറയുന്നത് വേരാണ്. വേര് പുറത്ത് കാണുന്നതല്ല, പിന്നെയോ അകത്ത് മൂടി വെച്ചിരിക്കുകയാണ്. പിന്നീട് എന്ത് കാണുന്നു അതിന്റെ ഫലമാണ് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണോ അതിന്റെ എഫക്റ്റ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട എഫക്റ്റ്, ഒന്നാമത്തേത്, ഇറ്റ് വിൽ ഹിൻഡർ ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. നോട്ട് ചെയ്താട്ട്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് വിൽ ഹിൻഡർ ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ അത് തടയുന്നു. നമ്മുടെ ഉള്ളിൽ കയ്പ് കടന്നു വരുവാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിരിക്കും ജീവിതത്തില് സാധാരണയായിട്ട് കടന്നു വരുന്ന ഒന്നാണ് കയ്പ് എന്ന് പറയുന്നത്. ഇതേതാണ്ട് എക്സ്ട്രാ ഓർഡിനറി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ ഇപ്രകാരം ഭർത്താക്കന്മാർക്ക് കൊടുത്ത ഉപദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറയുണ്ടായി, വളരെ കൂടെ കിടക്കുന്നവരിൽ തന്നെ കയ്പ് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷമായ തെളിവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് വളരെ ഈസിയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ചതായിരിക്കും ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചതായിരിക്കും ചില പ്രയാസങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് മാന്യത ലഭിക്കാതെ പോയെങ്കിൽ, നമുക്ക് ലഭിക്കുന്നതായിരിക്കും അംഗീകാരം ലഭിക്കാതെ പോയെങ്കിൽ, മറ്റുള്ളവരെ നമ്മളെ ദുഷിക്കുവാനായിട്ടിടയാകുന്നുവെങ്കിൽ, ചില കാലങ്ങളായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയത്തിന് ഉത്തരം ലഭിക്കാതെ വീണ്ടും വീണ്ടും കഷ്ടതയിൽ നിന്ന് കഷ്ടതയിൽ പോവുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പോലെ യാതൊരു നന്മയും കാണുവാൻ സാധിക്കാതെ ദീർഘകാലങ്ങൾ മുൻപോട്ട് പോകുവാൻ ഇടയാകുമെങ്കിൽ നമ്മിൽ തന്നെ കയ്പുണ്ടാകുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് കയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. മറ്റുള്ളവരോട് കയ്പിന്റെ അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിച്ചു വരുന്നത്, ഇത് ദൈവവുമായിട്ട് നമ്മുടെ ബന്ധത്തെ തടയുന്നു. വായിച്ചിട്ട് അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 21 to 24, വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കാനാണ് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ശ്രദ്ധിക്കണം ഈ വേർഡ്. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. നിങ്ങൾ മനസ്സിലാക്കണം, സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം നമുക്കറിയാം. പഴയ നിയമത്തില് ഒരാളെ കൊല്ലുന്നവനാണ് അഗ്നി നരകത്തിന് യോഗ്യനാകുന്നുവെങ്കിൽ, പുതിയ നിയമ വ്യവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ആ സഹോദരനെ മൂഢ എന്ന് വിളിക്കുമ്പോൾ അത് അഗ്നി നരകത്തിന് യോഗ്യനാകുന്നതിന്റെ താഴത്തെ വാക്യമാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. വായിച്ചോട്ട്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്നോ നിനക്ക് തോന്നിയാൽ നിന്റെ വഴിപാട് അവിടെ വച്ചേച്ച് ആദ്യം ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ അടുക്കൽ യാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അടുക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മെ അടുപ്പിക്കുന്നതാണ് ഈ യാഗം. പണ്ട് നമുക്ക് കർത്താവ്, പണ്ടത്തെ ആൾക്കാർക്ക് യേശു എന്ന വ്യക്തി, യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിൽ കടന്നു വന്ന് മരിക്കാതിരുന്നത് കൊണ്ട്, കാൽവറി യാഗമായി തീരാതിരുന്നത് കൊണ്ട്, അന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം കൊടുത്ത ഒരു വേ ആണ് യാഗമൃഗവുമായിട്ട് ദൈവസന്നിധാനത്തിൽ കടന്നു വരിക. യാഗമൃഗത്തോടുകൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവര് സമ്മതിക്കുന്ന, അവര് എന്താ ചെയ്യുന്നത്, ഈ യാഗമൃഗ
യാഗപീഠത്തിന് രക്തം മുഖാന്തരമായി ദൈവത്തിങ്കിലേക്ക് അവരെ അടുപ്പിക്കുവാനായിട്ട് കാരണമായി തീരുന്നു. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ യാഗപീഠത്തിൽ യാഗം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപായിട്ട് ദൈവത്തിന്റെ ദാസൻ കർത്താവായ യേശു പറഞ്ഞു, നിന്റെ സഹോദരനും നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ വഴിപാട് നീ അവിടെ വെച്ചേച്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ സഹോദരന്റെ നേരെ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ വഴിപാട് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല, വഴിപാട് കൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകത്തില്ല. എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? സഭാപ്രസംഗി 5-ാം അധ്യായം 1-2 വാക്യം, എക്ലിയാസിക് ചാപ്റ്റർ 5 വേഴ്സ് 1 and 2. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ അവ പരിജ്ഞാനമില്ലായകയല്ലയോ അവ ദോഷം ചെയ്യുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്. മൂഢൻ യാഗം കഴിക്കുന്നത് ദൈവത്തോട് ദോഷമാ ചെയ്യുന്നത്. ദൈവത്തിന് പ്രസാദകരമാകും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ യാഗം കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാൽ സൂക്ഷിക്കുക. മൂഢന്മാരുടെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല, അവ പരിജ്ഞാനം ഇല്ലായകയാൽ അല്ലോ അവ ദോഷം പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിക്കോണം, മൂഢൻ യാഗം കഴിക്കുന്നത് പരിജ്ഞാനമില്ലായകയാലാണ്. അത് മാത്രമല്ല, അത് ദോഷമാണ് ചെയ്യുന്നത്. ആരാണ് മൂഢൻ? വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. വാസ്തവമായിട്ട് ദൈവത്തോടൊരു ബന്ധമില്ലാതെ, ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് യാഗമായി കടന്നു ചെല്ലുന്നു. ഇതാണ് പണ്ട് കയീന് സംഭവിച്ച ഏറ്റവും വലിയ ദോഷം. തന്റെ പരിജ്ഞാനമില്ലായ്മയാല് ദൈവത്തിന്റെ അടുക്കിലേക്ക് യാഗ വസ്തുവുമായിട്ട് കടന്നു ചെന്നു കയീൻ ചിന്തിച്ചു, ദൈവം ഇതിൽ പ്രസാദിക്കുമെന്ന് ചിന്തിച്ചുവെങ്കിലും ദൈവം പ്രസാദിക്കാതെ ദൈവത്തിന്റെ കോപമാണ് കയീന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ കാരണമായി തീർന്നത്. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ യാഗവസ്തുവുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ അതിനകത്ത് യാഗവസ്തു ദൈവത്തിന്റെ മുൻപിൽ കൊണ്ട് വെക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ശോധന ചെയ്യുവാൻ കർത്താവായ യേശു പറഞ്ഞത്, നിന്റെ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ, അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു നിരപ്പിന്റെ അനുഭവത്തോടുകൂടെ മാത്രമേ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഞാൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എന്റെ ഉള്ളം കൊണ്ട് ഞാൻ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, യഥാർത്ഥമായിട്ടൊരു നിരപ്പ് എനിക്കുണ്ടോ എന്നുള്ളത്. യഥാർത്ഥമായിട്ടൊരു നിരപ്പിന്റെ അനുഭവം ഇല്ലാതെ ദൈവത്തിന് മുൻപിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അനുഗ്രഹമല്ല, ദൈവത്തോട് നാം ദോഷമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കർത്തൃമേശയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തോട് നിങ്ങൾ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് ഭാഗവാക്കാകുവാൻ. ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ചില രോഗികളായിരിക്കുന്നു, ചില നിദ്ര കൊള്ളുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞാൻ യാഗവസ്തുവുമായിട്ട് കടന്നു വരുമ്പോൾ ഒന്നാമതായിട്ട് ദൈവം നോക്കുന്നത് എന്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള എന്റെ ബന്ധം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം ഒന്നാമത് കാണുവാനായിട്ട് ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ഞാൻ വ്യാഖ്യാനിച്ചാൽ, ഉള്ളത്തിൽ ഒരു കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഒരു യാഗം കഴിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കഴിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, കഴിക്കും, പക്ഷേ അതുകൊണ്ട് നന്മയല്ല, നമുക്ക് ദോഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്രകാരം ഒരു നിരപ്പില്ലാതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് യാഗം കഴിക്കുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്, ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കാതെ ദൈവത്തിന്റെ കോപം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ശ്രദ്ധിക്കണം ഈ വേർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്റെ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത്, ദൈവം എന്നിൽ നിന്ന് അന്യപ്പെടുകയാണ്. ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു പോകുന്നതിന് പകരമായിട്ട് എന്റേതായിരിക്കുന്ന ബിറ്റേർനെസ് എന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക്
അടുക്കിലേക്ക് അടുപ്പിക്കാതെ എന്നെ അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ആദ്യകാലങ്ങൾ നമ്മൾ ഇതൊരു വലിയ വിഷയമായി കാണത്തില്ല. എന്നാൽ ദിവസങ്ങൾ മുൻപോട്ട് കഴിയും തോറും ആരോടെങ്കിലുമുള്ള പക ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുവെങ്കിൽ കാലങ്ങൾ മുൻപോട്ട് കഴിയും തോറും നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ് പരിപൂർണമായിട്ട് കുറയപ്പെടുകയും അവസാനമായിട്ട് ദൈവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ കടന്നു വരും. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് സംഭവിക്കുന്ന വിഷയമാണ് ഈ കയ്പ് ഉള്ളിൽ കടന്നു വരുമ്പോഴത്തേന് വരുന്ന സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഇതിന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. ശ്രദ്ധിച്ചോണം, ആരോടെങ്കിലും മനസ്സിൽ ഒരു ഭാരം വെച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധ്യമല്ല. അപ്രകാരം നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് വെറും പോഷത്തരമാണ്. ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു, പരിജ്ഞാനമില്ലായകയാൽ അല്ലോ അവർ ദോഷം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു വേർഡ് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെയും നമ്മെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, നിരപ്പിൽ നിന്നുകൊണ്ട് വേണം ദൈവത്തെ ആരാധിപ്പാൻ. നമ്മുടെ വീട്ടിൽ മുട്ടുകളെ മടക്കുന്ന സമയമാണെങ്കിലും ആ നിരപ്പിലായിരിക്കണം ദൈവസന്നിധാനത്തിൽ നമ്മുടെ മുട്ടുകളെ മടക്കുന്നത്. എങ്കിൽ മാത്രമേ എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവത്തിന്റെ പ്രസാദം ഞാൻ പ്രാപിപ്പാനും സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണോ ഈ കയ്പ് കൊണ്ട് സംഭവിക്കുന്നത്, ഇറ്റ് ക്യാൻ ഹിൻഡർ യുവർ മിനിസ്ട്രി ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. ദൈവം നമ്മെ പരമേൽപ്പിച്ച ശുശ്രൂഷ തടയുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായിരിക്കുന്ന അളവിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം എന്നുള്ള ആ ചിത്രം വരച്ചതായിരിക്കും ഡാവിൻസി. ആ ചിത്രം വരച്ചപ്പോൾ ഇപ്രകാരം ഒരു കഥയല്ല, നടന്നൊരു സംഭവം ഇപ്രകാരം പറയുന്നു. അദ്ദേഹം ഈ പിക്ചർ വരയ്ക്കുവാനായിട്ട് പ്ലാൻ ചെയ്തു. പിക്ചർ വരയ്ക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തൻ്റെ അടുത്ത ഒരു കൊളീഗുമായിട്ട് ഒരു വലിയ വഴക്ക് നടന്നു, ഒരു വലിയ പ്രശ്നമുണ്ടായി. ഒത്തിരി ഇദ്ദേഹം ഡാവിൻസി വയലന്റായി. അപ്രകാരം ഈ ഒരു വയലന്റ് ആയ ശേഷമായിട്ട് ഈ പടം വരയ്ക്കുവാനായിട്ട് തുടങ്ങി. 12 ശിഷ്യന്മാരുടെ പടമാണ് വരയ്ക്കേണ്ടത്, ലാസ്റ്റ് അത്താഴമാണ് വരയ്ക്കേണ്ടത്. അദ്ദേഹം ആദ്യം വരച്ചത് യൂദായുടെ പടമാണ്. യൂദായുടെ പടം മനോഹരമായിട്ട് വരച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. തൻ്റെ ഇപ്പോൾ താന് വയലന്റ് ആയിരിക്കും, താൻ പിണങ്ങിയതായിരിക്കുന്ന കൂട്ടുകാരുടെ മുഖം യൂദായുടെ ഭാഗത്ത് വരയ്ക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എക്സാക്ട്ലി തൻ്റെ കൂട്ടുകാരുടെ മുഖം. ഇതിനുശേഷം ബാക്കിയുള്ളതൊക്കെ വരയ്ക്കുവാനായിട്ട് തുടങ്ങി. കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപം വരയ്ക്കുവാൻ തുടങ്ങി. അദ്ദേഹം പല പ്രാവശ്യം വരച്ചു, തുടച്ചു മാറ്റുന്നു, വരയ്ക്കുന്നു, തുടച്ചു മാറ്റുന്നു. ഒരു രീതിയിൽ മുൻപോട്ട് പോകുന്നില്ല. ദിവസങ്ങൾ മുൻപോട്ട് പോയി കർത്താവായ യേശുവിന്റെ മുഖം ഒന്ന് വരയ്ക്കാനായിട്ട് ഒരു രീതിയിലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. താൻ ചിന്തിച്ചു, എന്ത് പറ്റി, ഒരുമാതിരിയൊക്കെ പടമൊക്കെ വരയ്ക്കാൻ പറ്റിയല്ലോ, എന്താണ് തനിക്ക് സംഭവിച്ചത്? അവസാനമായിട്ട് താൻ ഒരു കാര്യം മനസ്സിലാക്കി. ഇതിനകത്ത് വന്ന ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്, ആദ്യം താൻ വരച്ചതായ യൂദായുടെ പിക്ചർ എന്ന് പറയുന്നത് തന്റെ കൂട്ടുകാരുടെ മുഖമാണ്. അദ്ദേഹം ദൈവസന്നിധാനത്ത് വാവിട്ട് നിലവിളിച്ചു, ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്റെ കൂട്ടുകാരന്മാർ ഞാൻ നിരന്നുകൊള്ളാം. ചരിത്രം ഇപ്രകാരം പഠിപ്പിക്കുന്നു, അദ്ദേഹം തന്റെ സഹോദരനുമായിട്ട് കൊളീഗുമായിട്ട് നിരന്നതിന് ശേഷം താൻ വരയ്ക്കുവാനായിട്ട് തുടങ്ങി. വളരെ മനോഹരമായിട്ട് ഇന്ന് നമ്മുടെ കരങ്ങൾ ഉളവായിരിക്കുന്ന അന്ത്യ അത്താഴം ഭംഗിയായി വരയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് ഒരു നടന്ന സംഭവമാണ്. എന്താ സംഭവിച്ചത്? തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ബിറ്റർനെസ്, ആ കയ്പാണ്. താൻ വരച്ചതായിരിക്കുന്ന ഒരു ഭാഗത്തിൽ താൻ കണ്ടു ഈ പർട്ടിക്കുലർ ക്യാരക്ടറിന് പറ്റിയതാണ് യൂദാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനോഹരമായിരിക്കുന്ന യൂദായുടെ ഫേസ് കട്ടിലോട്ട് ഈ ഒരു ക്യാരക്ടറെ പെയിന്റ് ചെയ്ത് ചേർത്തപ്പോൾ അവസാനമായിട്ട് വിരുദ്ധമായി നിന്ന് കാണിക്കുന്ന യേശുവിന്റെ രൂപം വരയ്ക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച ഇതാണ്. പലപ്പോഴും നമ്മൾ വരയ്ക്കുന്നതായിരിക്കുന്ന പല മുഖങ്ങളുണ്ട്. ആ മുഖങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് വരച്ചു കാട്ടും നമ്മൾ വരയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് എതിരായി നിൽക്കുന്നവരുടെ മുഖമാണ് വരയ്ക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ആദ്യം വരുന്നത് ഇവരുടെ മുഖമാണ്, പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വളരെയധികം പണിപ്പെടും. നിങ്ങൾ പലരും അത് അനുഭവിക്കുന്ന വിഷയങ്ങളായിരിക്കാം ഇന്ന് രാത്രി അത് പറയുവാൻ കാരണമായി തീർന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഇണങ്ങിയ ഒരു ഉപകരണമായി തീരണമെങ്കിൽ, ദൈവം നമ്മെ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന് എഫക്റ്റീവായിട്ട് ഒരു മിനിസ്ട്രി ഞാൻ നിങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ പ്രധാനമായിട്ട് ആവശ്യമുള്ളതാണ് നിരപ്പ് എന്ന് പറയുന്നത്. നിരക്ക്
കയ്പെന്നില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. പലപ്പോഴും നമുക്ക് ആരോടാണ് ബിറ്റർനെസ് ഉള്ളത് അതായിരിക്കും നമ്മുടെ മുമ്പിൽ പൊങ്ങി വരുന്ന കാര്യം. അത് ഒരിക്കലും മറഞ്ഞു പോകത്തില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ പ്രതികരിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഇതൊക്കെ അതിന്റെ പരിണിത ഫലങ്ങളാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് വേണ്ടി നാം വേറെ ചെയ്യണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ എഫക്റ്റീവായിരിക്കുന്ന ശുശ്രൂഷ എന്നിലും നിങ്ങൾ കൂടെ നിറവേറ്റപ്പെടണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ് ബിറ്റർനെസ് ഇല്ലാത്തൊരവസ്ഥ, ഒരു കയ്പില്ലാത്തൊരവസ്ഥ എനിക്കും നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്നതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ പലതും അതിനനുസരണമായിട്ടായിരിക്കും കാണുവാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കാതെ നാം അതിന് അടിമപ്പെടുവാനായിട്ടിടയായി തീരും. ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളിൽ കയ്പ് കടന്നു വരുന്നുവെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ഏൽപ്പിച്ചായിരിക്കുന്ന ഫലമേൽപ്പിച്ചായിരിക്കുന്ന വേലയെ അതിന്റെ എഫക്റ്റീവ്നെസ്സിലേക്ക് കടത്താതെ അത് തടയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇറ്റ് വിൽ ഓപ്പൺ ദ ഡോർ ടു ദി എനിമി. ശത്രുവിന് വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നു. ശത്രുവിന് വേണ്ടി ഒരു വാതിൽ തുറന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 27. പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഗം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം പാഠഭാഗമായിട്ട് നമ്മൾ വായിച്ചതാണ്. പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവാൻ പറഞ്ഞിട്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയേണ്ട ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദാസനെ പ്രകാരം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ ആരോടാ പറയുന്നത്? വിശ്വാസികളോടാ പറയുന്നത്. അപ്പോൾ വിശ്വാസികൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? പിശാചിന് ഇടം കൊടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം, ഒരു ക്ഷുദ്രപ്രയോഗം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രവാദം നടത്തുന്നു. ആ മന്ത്രവാദത്തിന് ഒരു തകിടോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു കാര്യമോ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുകയോ ശരീരത്തിൽ കൊണ്ട് കെട്ടിവെച്ചാലോ വീട്ടിൽ കൊണ്ടിട്ടാലോ സംഭവിക്കുന്ന ഒരു പ്രത്യേകത, ഏത് ഭൂതത്തെ കൊണ്ട് ഈ മന്ത്രവാദം ചെയ്യിപ്പിച്ചുവോ ആ ഭൂതത്തിന് ആ വീട്ടിന് അത് കിടക്കുന്നിടത്ത് അവകാശമുണ്ടെന്നുള്ളതാണോ അതിന്റെ അർത്ഥം. അപ്പോൾ എന്തെങ്കിലും ഒരു തകിടായിരിക്കാം, തകിട് കിടക്കുന്നിടത്ത് ആ ഭൂതത്തിന് അവകാശമുണ്ട്. കാരണം പുള്ളിയുടെ അതോറിറ്റി ഉള്ള സ്ഥലമാണത്. ആ അതോറിറ്റിയാണോ ആ ഭൂതം യൂസ് ചെയ്യുന്നത്, അതിനനുസരണമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഭൂതത്തിന്റെ പ്രത്യേകത കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ ഈ കള്ളൻ വരുന്നത് നമ്മെ നശിപ്പിക്കുവാനാകുന്നുവെങ്കിൽ ഇത് എവിടെ കൊണ്ടിട്ടിട്ടുണ്ടോ ആ വീടിനെ അത് നശിപ്പിച്ചേച്ച് മാത്രമേ പോകത്തുള്ളൂ. ആളുടെ മേൽ അത് കെട്ടുവാൻ ഇടിയേറ്റുന്നുണ്ടോ അവരെ നശിപ്പിച്ചേ പോകത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രത്യേകമായിരിക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത് നന്മ കൊടുക്കുവാനല്ല, പിന്നെയോ നാശം കൊടുക്കുവാനാണ്, നശിപ്പിക്കുവാനാണ് അതിന്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ബിറ്റർനെസ് എന്ന് പറയുന്നത്, കയ്പെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിച്ചു കൊടുക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഒരറ ഞാൻ ഈ ബിറ്റർനെസ്സിന് വേണ്ടി കൊടുക്കുക. എന്റെ ഉള്ളിൽ ഒരല്പം സ്ഥലം ഞാൻ ഈ കയ്പിന് കൊടുക്കുക. അപ്പോൾ എന്റെ ഉള്ളിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, ഒത്തിരി നല്ല വിഷയമുണ്ട്. നന്നായിട്ട് ബൈബിൾ വായിക്കാണ് താല്പര്യമുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്ന സ്ഥാനത്ത് തന്നെ എന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്ക് ജഡത്തിന്റെ ചില പ്രൊമിനന്റ് ചില പ്രവർത്തനങ്ങളെ എന്നിലും നിങ്ങളിലും ഒക്കെ കാണുവാൻ സാധിക്കും. അതിൽ ഒരു അറയാണ് ഞാനിപ്പോൾ തുറന്നു കൊടുക്കുന്നത്. ആ അറ ഞാൻ തുറന്നു കൊടുത്തിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ബിറ്റർനെസ്, ആ കയ്പ് എന്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കുവാനാണ് ഞാനിത് കൊടുക്കുന്നത്. കയ്പിന് എന്റെ ജീവിതത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കുക, കയ്പിന് എന്റെ ശരീരത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കുക, കയ്പിന് എന്റെ പ്രാണനിൽ ഞാൻ സ്ഥാനം കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, കയ്പിന് എന്റെ പ്രാണനിൽ ഞാൻ സ്ഥാനം കൊടുക്കുമ്പോൾ കയ്പ് ആരുടെ പക്കൽ നിന്ന് വരുന്നുവോ ആ അവകാശിക്കാണോ അതിന്മേൽ അവകാശമുള്ളത്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ വേർഡ് നമ്മൾ ചിന്തിക്കും, വളരെ നിസ്സാരമെന്ന് ചിന്തിക്കുമായിരിക്കാം. ഇതിലെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയോട് എനിക്ക് കയ്പിന്റെ അനുഭവം ഉള്ളപ്പോൾ, കയ്പ് അവരോട് എനിക്കുള്ളപ്പോൾ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ തന്നെ
കയ്പിന്റെ അനുഭവം കടന്നു വരുമ്പോൾ, ദൈവത്തോടുള്ള കയ്പ് എന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ആക്ച്വലി ഞാൻ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തില് ദുഷ്ടപിശാച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദുഷ്ടപിശാച് എന്റെ മേൽ അവകാശം പറയുവാനുള്ള ഒരു അവകാശവാദം ഞാൻ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒത്തിരി നല്ല ഗുണമുള്ള എന്റെ ജീവിതത്തിൽ ദുഷ്ടപിശാചിന് ചില അവകാശവാദം എന്റെ മേൽ പറയുവാനുള്ള ഒരവസരം ഞാൻ കൊടുക്കുക. ഇത് ഓർത്തുകൊണ്ടാണ് ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞത്, പിശാചിന് നിങ്ങളുടെ ഉള്ളിൽ ഇടം കൊടുക്കരുത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ ആദ്യം പറഞ്ഞൊരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ കയ്പ് എന്ന് പറയുന്നത് സ്വയം പോയിസൺ കുടിച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരൊന്നാണോ ഈ ബിറ്റർനെസ് എങ്കിൽ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഈ കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്നത് സ്വയം നശിക്കുവാൻ തക്കവണ്ണം ഒരവസരം ഒരുക്കുക. ശ്രദ്ധിച്ചോണം, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ദുഷ്ടപിശാചിന് എന്റെ മേലെ ഒരു അവകാശവാദം പറയുവാൻ സാധിക്കുമെങ്കിൽ ഈ ദുഷ്ടപിശാച് എന്ത് ചെയ്യും? ആദ്യം ഒരല്പം സ്ഥലമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് അകത്ത് കയറി ഇരുന്ന് മറ്റു പല കാര്യങ്ങൾ അതിനെ ക്രമപ്പെടുത്ത പല കാര്യങ്ങള് അത് വീണ്ടെടുക്കുന്നതായിട്ട് കാണുന്നു. ഒരല്പകാലം കഴിയുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പം കുറവ് വരുന്നു. ഒരല്പകാലം കഴിയുമ്പോൾ ദൈവവചന ധ്യാനത്തിന് സമയം ഇല്ലാതാകുന്നു. ഒരല്പകാലം കൂടെ കഴിയുമ്പോൾ ആരാധനയിൽ കടന്നു വരുന്നില്ലേ? പ്രിയപ്പെട്ട, എന്താ സംഭവിക്കുന്ന? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ റൂളിങ് ചെയ്യണം, നശിപ്പിക്കണമെന്നുള്ളത് ദുഷ്ടപിശാചിന് നന്നായിട്ട് അറിയാൻ. അതുകൊണ്ട് ഈ കയ്പ് എന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ദുഷ്ടപിശാചിന് എന്റെ മേൽ അവകാശവാദം ഏറ്റെടുക്കുക ചെയ്യുന്ന. നമ്മൾ മനസ്സിലാക്കണം, ദുഷ്ടപിശാചിന് എന്റെ മേൽ അവകാശവാദം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക, ഞാൻ തന്നെ സമ്മതിച്ചു കൊടുക്കുക. നമ്മളൊന്നും പുള്ളിയെ വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഞാൻ എന്റെ ജീവിതത്തിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുക. ഒരു വാതിൽ കടക്കുവാനായിട്ടുണ്ട്. പുള്ളിക്ക് അവകാശം പറയുവാൻ ഒരു അവകാശവാദം എന്നിലുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തെ മക്കളെ, ശ്രദ്ധിച്ചോണേ. ഈ കയ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് ദുഷ്ടന് എന്റെ മേൽ അവകാശം പറയുവാനുള്ളത് ഒന്നാകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ, കയ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴാണ് ദുഷ്ടനോ എന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി, കയ്പിൽ കൂടിയാണ് ഒരുമാതിരി ലോകത്തിലെ സകലവിധമായ ജഡത്തിന്റെ സ്വഭാവങ്ങൾ കൂടുതലായിട്ട് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നതിന്റെ അതിന്റെ പ്രധാനപ്പെട്ട പാട്ട് ഈ കയ്പ് ഉള്ളിലിരിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ കയ്പ് നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ. ഞാൻ ആദ്യം പറഞ്ഞ വേർഡിലേക്ക് കടന്നു വരികയാണ്. ആദ്യം ഞാൻ പറയുവാൻ ഇടയായിത്തീരുന്നു, നിന്റെ വഴിപാട് കർത്താവിന്റെ മുൻപിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ, സഹോദരൻ നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ വഴിപാട് അവിടെ വെച്ച് നീ ആദ്യം പോയി സഹോദരനോട് നിരന്നുകൊള്ളു. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ കൈപ്പുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടപിശാചിനോ എന്റെ ജീവിതത്തിലോ ഞാൻ അവകാശം കൊടുക്കുകയാണോ? ഈ അവകാശമായിരിക്കും ദുഷ്ടപിശാച് എന്നെ കൊണ്ട് നശിപ്പിക്കുവാൻ പോകുന്നത്. നാലാമതായിട്ട് എന്താണ് ഈ കയ്പ് ചെയ്യുന്നത്? ബിറ്റർനെസ് will affect you physically. ശാരീരികമായിട്ട് നമ്മളെ അസുഖത്തിലേക്ക് കൊണ്ടുപോകും. Bitterness will affect you physically. മെഡിക്കൽ സയൻസ് ഇപ്രകാരം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരുമാതിരി കൂടുതൽ സിക്നസ് അത് കോസ്ഡ് ബൈ യുവർ മൈൻഡ്. മനസ്സുകൊണ്ടാണ്, മനസ്സിൽ കൂടെയാണോ അനേക രോഗങ്ങൾ വ്യാപിക്കും, അനേക രോഗങ്ങൾ ഉടലെടുക്കുവാൻ കാരണമായിരിക്കുന്നത്. അതിൽ പ്രത്യേക ടെർമിനോളജി മെഡിക്കൽ സയൻസിലുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചു നോക്കിയത് ആ സമയം ഞാൻ മനസ്സിലാക്കിയത്, ഒരു ബിറ്റർനെസ്, ഈ കയ്പിന്റെ അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ഏതാണ്ട് 65% രോഗത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം ഈ ബിറ്റർനെസ്സാ. ചില നാളുകൾക്ക് മുൻപ് ഒരു ദേവദാസൻ ഇപ്രകാരം പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. പ്രസംഗിപ്രകാരമാണ് ട്രിവാൻഡ്രത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന എപ്പിസ്കോപ്പൽ ചർച്ചിൽ വളരെ ലീഡർഷിപ്പ് നിൽക്കുന്ന 2 അമ്മമാരുണ്ട്. അവർ രണ്ടുപേരും ആ സീനിയർ ലെവലിൽ ആത്മീയമായ ശുശ്രൂഷ നിൽക്കുന്നതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ വലിയ പ്രശ്നമാണ്.
ഇപ്രകാരം പ്രശ്നമൊക്കെ വന്നു. അവര് രണ്ടുപേരും സിക്കായിട്ട് മാറ്റപ്പെടുക. പലവിധമായ രോഗത്തിന് അവരടിമയാകുന്നു. ഇപ്രകാരം ഈ രോഗത്തിനൊക്കെ അടിമയായി ഒരു ദിവസം ഒരു ദൈവദാസൻ അവിടെ ചെന്നു. അദ്ദേഹത്തോട് ഈ രോഗം മാറണമെന്നൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം മനസ്സിലാക്കി, ഈ രോഗത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, അങ്ങേ വീട്ടിലെ കൊച്ചമ്മയുമായിട്ട് പിണങ്ങിയിരിക്കുന്നതാണ് വിഷയമെന്നുള്ളത് മനസ്സിലാക്കി. ഈ കത്തദാസൻ ഇപ്രകാരം പറഞ്ഞു, കൊച്ചമ്മേ, വളരെ ഈസിയാണ്, ഈ അസുഖം മാറാൻ വളരെ എളുപ്പമാണ്, ഒറ്റ കാര്യം ചെയ്താൽ മതി, അങ്ങേ വീട്ടിലെ കൊച്ചമ്മയുമായിട്ട് നിരന്നാ മതി. അമ്മച്ചി ഇത് കേട്ടപ്പോഴത്തേന് ആഹപ്പാടെ കലിയെടുക്കാൻ തുടങ്ങി. ഒരു രീതിയിലും ഈ പുള്ളിക്കാരത്തെ കണ്ടുകൂടാ, എങ്ങനെ ഒരു രീതിയിലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല. ഒത്തിരി വെളിയെഴുതി പറഞ്ഞു. അവസാനം ഒരു ദേവദാസൻ പറഞ്ഞു, അമ്മച്ചിക്ക് സൗഖ്യം വേണോ അതോ ഈ രീതി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു? അമ്മച്ചി ചിന്തിച്ചു, എന്താ ഒരു ഭാഗത്ത് അസുഖം കൊണ്ട് അമ്മച്ചി ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുക, എന്താ ഇതിൽ രക്ഷപ്പെടുവാൻ മാർഗത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ പല മാർഗം നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ദേവദാസൻ കടന്നു ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞതോ. അമ്മച്ചി ഒരു തീരുമാനമെടുത്തു, എന്ത് വന്നാലും വേണ്ടില്ല, അടുത്ത വീട്ടിലെ കൊച്ചമ്മയുമായിട്ട് ഞാൻ ഇണങ്ങാനായിട്ട് പോവുകയ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത തീരുമാനത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ഒരു രീതിയിൽ തന്നെ മുൻപോട്ട് വിടുന്നില്ല. തന്റെ ഈഗോ മുമ്പിലുണ്ട്, മറ്റ് പല പ്രശ്നങ്ങളുണ്ട്, കഴിഞ്ഞ നാളിൽ കടന്നു പോകാതിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മുൻപിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു കൂട്ടം പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ ആദ്യത്തെ കാലെടുത്ത് വെക്കുമെന്നുള്ളതാണ് ഈ കൊച്ചമ്മയുടെ പ്രശ്നം. അവസാനം തീരുമാനമെടുത്ത്, എന്തായാലും വേണ്ടില്ല, ഞാൻ ഏതായാലും പോയി ഒന്ന് നിരപ്പാകാൻ പോവുക. ഈ അമ്മച്ചി നേരെ അടുത്ത വീട്ടിലേക്ക് ചെന്ന് കണ്ടപ്പോഴേ ഈ കൊച്ചമ്മ മനസ്സിലാക്കി, എന്താ ഇവിടെ വരവ്, വീണ്ടും വഴക്കിടാനാണോ? അതിന് പകരമായിട്ട് ഈ സഹോദരി കടന്നു എന്ന്, കഴിഞ്ഞ നാളുകൾ ഞാൻ നിന്നോട് ചെയ്തു പോയ തെറ്റൊക്കെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോ ഇപ്പോഴത്തെ വീട്ടിലെ അമ്മച്ചിയുടെ ഉള്ള മഹാപ്പാടയിൽ ഉരുകി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. രണ്ടുപേരും ക്ഷമ പറഞ്ഞിറങ്ങി. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മച്ചി ഒന്ന് ചെക്ക് ചെയ്തപ്പോ കണ്ടു, ഒരു രോഗവും തന്റെ ശരീരത്തിലില്ല. ഈ കഴിഞ്ഞ നാളുകളൊക്കെ തന്നെ വെച്ചുകൊണ്ടിരുന്ന ഈ രോഗത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം തൊട്ടപ്പത്തെ അമ്മച്ചിയുള്ള കയ്പായിരുന്നു. നമ്മൾ പലരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വേദപുസ്തകം പറയുന്നു, അസൂയ അസ്ഥികൾക്ക് ദൃഢത്വമാണ്. എവിടുന്നായി ഈ അസൂയ പൊങ്ങുന്നത്? നോർമലി അസൂയ പൊങ്ങാൻ സാധിക്കും, പക്ഷെങ്കിൽ ബിറ്റർനെസ്സിൽ കൂടെ എന്തുണ്ടാകാൻ സാധിക്കും? ജലസി കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരുമാതിരിപ്പെട്ട ശരീര രോഗങ്ങൾ മുഴുവൻ ഇതിന്റെ ബേസിസിലാണ് കടന്നു വരുന്നത്. നമ്മൾ പലരും പല കാര്യങ്ങൾ, പല രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാതെ എന്നും ആ കയ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് ഈ വിഷയം പഠിപ്പിക്കുവാനായിട്ട് ദൈവം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം, മറ്റൊരു വ്യക്തിയോട് ഒരു കയ്പിന്റെ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കുവാനായിട്ട് ഇടയാകരുത്. അപ്രകാരമുള്ള ഒരു ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഒരിക്കൽ പോലും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളും ഉണ്ടാകുവാനായിട്ട് ഇടയാകരുത്. അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് രാത്രി ഒരു വിടുതലുടെ ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. അഞ്ചാമതായിട്ട് എന്താണ് ഈ ബിറ്റർനെസ് കൊണ്ട് വരുന്ന സംഭവം? അഞ്ചാമതായിട്ട്, ബിറ്റർനെസ് will hurt and defile others. ഒന്ന് വായിച്ചോട്ടെ, എബ്രായലേഖനം 18-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഹീബ്രൂസ് 12:15. വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. ശ്രദ്ധിക്കണം, ഈ ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു കയ്പിന്റെ അനുഭവം കടന്നു വരുമ്പോൾ, അതൊരു സഹോദരന് ഒരു കയ്പിന്റെ അനുഭവം കടന്നു വരുമ്പോൾ, അതിന്റെ പരിണത ഫലമെന്ന് പറയുന്നത് അവർ മാത്രം നശിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ആരിലും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അനേകർ അതിനാൽ മലിനപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു ദൂഷ്യമെന്ന് പറയുന്നത്, മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായിത്തീരുന്നു. മറ്റുള്ളവരെ നശിക്കുവാൻ കാരണമായിത്തീരുന്നു. ഈ കയ്പുള്ള വേരാണോ മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ള സഹോദരന്മാർക്ക് വേണ്ടി ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടവരാണ്. നമുക്ക് തമ്മിൽ ശുശ്രൂഷയുണ്ട്. ആത്മീയ വർധന എന്നുള്ള ശുശ്രൂഷ നമുക്ക് തമ്മിൽ നിൽക്കുമ്പോൾ, വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവത്തിൽ കൂടെ സംഭവിക്കുന്ന വലിയ കുഴപ്പമാണ്, അനേകര്
അതിനാൽ മുളച്ച് കലക്കമുണ്ടാക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ് ഇത്. ദാഥാനും അബീരാമും കോരഹും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? അവരുടെ പ്രശ്നം, ഈ 3 പേരുടെ പ്രശ്നം, അവരുടെ പ്രശ്നം എന്തായിരുന്നു? അധികാരത്തോടുള്ള പ്രശ്നം. അധികാരത്തോടുള്ള പ്രശ്നം എന്ത് സംഭവിച്ചു? ഒരു വലിയ ജനക്കൂട്ടത്തെ അവരുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുപോകാൻ കാരണമായി തീർന്നു. അവരുമായിട്ട് ലിങ്ക് ചെയ്യുവാൻ കാരണമായി തീർന്നു. അന്ന് നശിച്ചു പോയത് 250 പേരാണ്. ധൂപം കാണിച്ചുകൊണ്ട് ദൈവം നശിപ്പിച്ചത് 250 പേരെയാ, അല്ലാതെ ഒരു വലിയ കൂട്ടത്തെ നശിപ്പിക്കുവാൻ കാരണമായി തീർന്നു. ആരാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ കാരണക്കാരൻ കോരഹ്, ദാഥാന്, അബീര. എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കയ്പ്. അതെന്ത് സംഭവിച്ചു? അതൊന്ന് മുളച്ചു, അതിനൊരു ഫലമുണ്ടാക്കി. ഫലമുണ്ടായപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ളവരെ തന്നോടുകൂടെ കൂട്ടുപിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കടന്നുപോയി. എന്താ സംഭവിച്ചത്? ഒരു വലിയ നാശത്തിന് കാരണമായി തീർന്നു. അരിമനാഥനാകുന്ന യേശു ഇപ്പാടെ പറഞ്ഞൊരു വേർഡ് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. അവിടെ ഇപ്പാട് കർത്താവ് പറയുന്നത്, ഈ ചെറിയവന് ഒരുവനിൽ നിങ്ങൾ ഇടച്ചു വരുത്തുന്നുവെങ്കിൽ അവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയുന്നത് നിങ്ങൾക്ക് നന്ന്. എന്താ അവിടെ പറയുന്നത്? ഈ പ്രാരംഭമുള്ളതായിരിക്കുന്ന ഒരു കലക്കം കടന്നു വരുന്നതിനേക്കാൾ വളരെ അഭികാമ്യമായിരിക്കുന്ന ഒന്നാണ് കെട്ടിഞ്ഞാന്ന് ചാവുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പരിണിത ഫലമായിരിക്കും അടുത്ത് കടന്നു വരുന്നത്. കാരണം ഈ നശിച്ചു പോകുന്ന സകല ആത്മാക്കൾക്ക് വേണ്ടി നാം കണക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ നാവിൽ കൂടെ കടന്ന വാക്കുകൾ, നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം ഉണ്ടാകേണ്ടത്? നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കയ്പ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ കയ്പ് വെളിപ്പെടുത്തുന്നത് ആകരുത് നമ്മുടെ വാക്കുകൾ. പകരം ആ കയ്പിനെ നമ്മൾ എടുത്ത് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കുക, എന്താ സംഭവിക്കുന്നത്? ഇതൊരു വലിയ കൂട്ടം കലക്കപ്പെടുവാനായിട്ട് കാരണമായി തീരും. എവിടെയെങ്കിലും നിങ്ങൾ നോക്കിയോ, ഏതെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പൊ കൊരിന്ത്യ സഭയെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അവിടെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, അവിടെയും ഒരു ഗ്രൂപ്പിസത്തിലേക്ക് അവരെ കൊണ്ടുവരിക. എന്തുവാ? ഒരു കൂട്ടം ആൾക്കാർ പറയും ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരു കൂട്ടം എന്ത് പറയും ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, വേറെ കൂട്ടം പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇവിടെ സംഭവിച്ചത്. എന്തൊക്കെയോ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ തന്നെ ഓരോരുത്തരെ കൂട്ടുപിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരവസ്ഥ. ഇത് ക്രിസ്തീയ സഭയിൽ ഇന്ന് കാണുവാൻ സാധിക്കുന്ന ഒരു സാധാരണപ്പെട്ട വിഷയമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം വളർന്നു വരുമ്പോൾ പെട്ടെന്ന് അത് തളർന്നു പോകുന്നു, പെട്ടെന്ന് പിന്നിച്ചു പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങൾ ഒന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ബിറ്റർനെസ് ആയിരിക്കണം അതിന് കാരണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ കയ്പ് മുഖാന്തരമായിട്ട് നശിച്ചു പോകുമ്പോൾ ഞാനും നിങ്ങളും അതിന് കണക്ക് കൊടുക്കേണ്ടവരാണോ എന്നുള്ളത് വെച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞത് 5 പ്രധാനപ്പെട്ട ദോഷമാണ് ഈ കൈപ്പുള്ളിൽ വെച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ തടയുക. രണ്ടാമത് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, ദൈവം എന്ത് സംഭവിച്ചു? നമ്മുടെ മിനിസ്ട്രി, ദൈവം പരമേൽപ്പിച്ചതായ ശുശ്രൂഷയുടെ എഫക്റ്റീവ്നെസ്സിനെ അത് തടയുന്നു. മൂന്നാം ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, ശത്രുവിന് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നു. 4 ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, നമ്മെ ശാരീരികമായിട്ട് കയ്പ് നമ്മെ പ്രയാസപ്പെടുത്തുന്നു. അല്ലെങ്കിൽ രോഗമോ മറ്റ് പ്രയാസങ്ങളോ ഭീതികളോ ഭയമോ എന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് കാരണമായി തീരുന്നു. അവസാനമായിട്ട് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്, നാം മാത്രമല്ല മറ്റൊരു കൂട്ടം കൂടെ നശിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഓവർകം ചെയ്യേണ്ടത്? അതാണ് എൻ്റെ വിഷയം. ഹൗ ടു ഓവർകം ഇറ്റ്. ഈ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. നമ്മൾ ശാന്തമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഇത് പരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് വിഷയം എന്ന് പറയുന്നത്, വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാകുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ ഗോഡ് കൺട്രോൾസ് എവരിതിങ്. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നിങ്ങളുടെ തലയിലെ ഒരു തലമുടിയെങ്കിലും നിലത്ത് വീഴണമെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുകയില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, സത്യമാ. തെറ്റ് ചെയ്തതിന്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ പരിണിത ഫലം നാം അനുഭവിക്കുമ്പോഴും വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ ഗോഡ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കും, നമ്മളൊരു പാപം ചെയ്തു, ദൈവം നമ്മളെ ശിക്ഷിച്ചു, അതോടുകൂടെ ദൈവം നമ്മളെ കംപ്ലീറ്റ് ഒന്ന് വലിച്ചെറിഞ്ഞെന്നുള്ളതാ. ഒരിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം കൽപ്പന കൊടുത്ത് ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് തർശീശിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചതാണ് യോനായുടെ ജീവിതത്തിൽ. എന്ത് സംഭവിച്ചു? അവന്റെ പാപം കൊണ്ട് ദൈവം അവനെ കപ്പലിനാകപ്പാടെ മുട്ടം നാശം വരുത്തി. ആ നാശങ്ങളൊക്കെ അവർ സഹിച്ചു ഫൈനലി ഈ പുള്ളിയെ കൊണ്ട് സമുദ്രത്തിൽ ഇട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം കളയുമായിരുന്നുവെങ്കിൽ ഈ ഒരു മത്സ്യത്തെ കൽപ്പിച്ച് അവിടെ ആക്കേണ്ട യാതൊരു വിഷയവുമില്ലായിരുന്നു. നമുക്കറിയാം, യോന എന്ന് പറയുന്ന മകവലിപ്പിന്റെ മകനാ. യോന മകവലിച്ചവനാ, പാപം ചെയ്തു. ദൈവം വ്യക്തമായിട്ട് അരുളി ചെയ്തിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ടും അത് മനസ്സിലാക്കാതെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് മകവലിച്ച് പോയ യോന ദൈവത്തോട് മകവലിച്ച് തർശീശിലേക്ക് പോകുവാൻ താൻ കാലെടുത്ത് ശ്രമിച്ച സമയം മുതൽ ഏതെല്ലാം മേഖലകൾ കൂടെ അദ്ദേഹം കടന്നുപോയോ, ആ സകല മേഖലകളും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ചിന്തിച്ചോണം, ഇതിനകത്ത് സന്തോഷിപ്പിക്കുവാൻ ഒരു കാര്യമുണ്ട്. ഈവൻതോ ഞാൻ പാപം ചെയ്തു, എനിക്ക് എന്തൊക്കെയോ കൺസെപ്റ്റോട് ഞാൻ പാപം ചെയ്തു, ശ്രദ്ധിക്കണം, അതുകൊണ്ട് ദൈവം എന്നെ എന്നേക്കും തള്ളിക്കളഞ്ഞു, ഇനിയും ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലോ ആ സമയത്തും എന്നെ കരങ്ങൾ വഹിച്ചുകൊണ്ട് ദൈവം ഇരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, വെള്ളത്തിലോട്ടിട്ട സമയത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം ഒരു തിമിംഗലത്തോട് കൽപ്പിച്ചു യോനയെ വിഴുങ്ങുവാൻ കാരണമായി തീർന്നുവെങ്കിൽ യോന 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നുകൊണ്ട് നിലവിളി നടത്തിയ സമയത്ത് അതേ മത്സ്യം തന്നെ വെളിയിൽ കൊണ്ട് കക്കുവാൻ ഇടയേറ്റിരുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോണേ, ദൈവത്തിന്റെ കരങ്ങളിലായിരുന്നു യോന ആയിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിച്ചത് യോനയെ മത്സ്യത്തിന്റെ വയറ്റിൽ ഇട്ടതിന്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. യോനയെ നീ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിലവിളി മാത്രം നിലവിളിച്ചാൽ മതി, നിന്റെ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനറിയ ഒരു നിലവിളിക്ക് വേണ്ടി മാത്രമാണ് ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുവാനായിട്ട് കാരണമായി തീർന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ജീവിതത്തിന്റെ അവസ്ഥകൾ ദൈവം കൈവിട്ടുവെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ പോലും എന്റെ ജീവിതത്തിലില്ല. ഞാൻ ദൈവത്തോട് സിൻസിയർ ആയിരുന്നുകൊണ്ട്, ദൈവത്തോട് വിശ്വസ്തനായിരുന്നുകൊണ്ട്, എന്നാൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ചില തെറ്റുകൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവം എന്നെ കൈവിട്ട് കളയത്തില്ല. ദൈവം എന്നെ കൈവിട്ട് കളയണമെങ്കിൽ ഞാൻ ശൗലിനെ പോലെ ആയിത്തീരേണ്ടത് ആവശ്യമാണ്. എന്താ ശൗലിന്റെ അവസ്ഥ? കാലാകാലങ്ങൾ ദൈവം അരുളപ്പാട് കൊടുത്തിട്ടും ഈ അരുളപ്പാട് കേൾക്കുവാൻ ആഗ്രഹിക്കാതെ, മടങ്ങി വരുവാൻ ആഗ്രഹിക്കാതെ ദൈവത്തിൽ അന്യപ്പെട്ടു പോയ ഒരു ശൗല്. അതാണ് ദൈവം തന്റെ ദാസനാകുന്ന ശമൂവേലിനോട് പറഞ്ഞത്, ഞാൻ അവനെ തള്ളി എന്നറിഞ്ഞിരിക്കേ, നീ എന്തിനാ അവനെ കുറിച്ച് ഇത്രയും ഭാരപ്പെടുന്നത്? ഞാൻ ഓർപ്പിക്കട്ടെ, കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുമെങ്കിൽ നമ്മുടെ സിൻസിയർ ഹാർട്ടോടുകൂടെ ദൈവത്തിന്റെ പിന്നാലെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ചില തെറ്റുകൾ കടന്നു വരുമ്പോഴും മനസ്സിലാക്കണേ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലാണ് ആയിരിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ അവനെ വഹിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലാണ് അവനെ വഹിച്ചിരിക്കുന്നത്. ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നത്. എന്താ അവിടെ പറയുന്നത്? റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവരും ചേർന്ന് വാക്യം വായിച്ചാട്ട്, വളരെ വാല്യബിൾ ആയിരിക്കുന്ന വേർഡ്, എല്ലാവരും ചേർന്ന് വായിച്ചാട്ട്. ദൈവത്തെ എന്താ അവിടെ പറയുന്നത്? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വേർഡ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരു നിർണയം കൊണ്ട് അവനെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, ഇത് രണ്ടും ആവശ്യമാണ്.
ഒന്ന്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. രണ്ട്, നിർണയപ്രകാരം ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കൊള്ളട്ടെ, അതെനിക്ക് എന്തിനു വേണ്ടിയാ? നന്മയ്ക്ക് വേണ്ടി. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരപ്പന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, അപ്പന്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അപ്പൻ ശിക്ഷിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്. ഇതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നാമത് മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന ഈ ഒഫൻസ്, എന്നെ പ്രയാസപ്പെടുത്തുന്ന ഈ വ്യക്തി, ഇത് രണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ട് അവക്ക് എഗൻസ്റ്റ് ആയിട്ടല്ല ഞാൻ നിങ്ങളും റിയാക്ട് ചെയ്യേണ്ടത്. എന്റെ ദൈവത്തിനോ ഇതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ വിടുതൽ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പലരും വായിച്ചു കാണുമായിരിക്കും, പ്രസന്റ് പ്രൈസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. തന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും, അത് നെഗറ്റീവായിരിക്കുന്ന സാഹചര്യങ്ങളുമായിരിക്കാം, പോസിറ്റീവുമായിരിക്കാം, പക്ഷെ ഏത് സാഹചര്യങ്ങളായിരുന്നാലും ആ സാഹചര്യത്തിൽ നമ്മുടെ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ അദ്ദേഹം ഒരുക്കപ്പെടുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്. അതിലെ കുറിവാക്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസനെ പോലെ പറയുന്നു, എപ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറഞ്ഞു? സ്തോത്രം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഒന്നിൽ പോലും ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നല്ല. അനുകൂലമോ പ്രതികൂലമോ ആയിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റുവാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിന് വിടുതൽ കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ് ദൈവദാസൻ അവിടെ പറയുന്നത്. ഇതിന് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റണമെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം, എൻ്റെ ഈ സാഹചര്യം ഞാൻ ആയിരിക്കുന്നതിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ ഡെഫിനിറ്റ് പ്ലാനോടുകൂടിയാണ് എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈവൻ എന്റെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ട്, എന്നാൽ ആ തെറ്റിന്റെ നടുവിലും എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അവന്റെ ഹിതമാണ് എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? ദൈവത്തിന്റെ ഉള്ളം കരങ്ങളിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും. ചില വിഷയത്തിനെങ്കിലും ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും. ഒന്നാമത് ആവശ്യമായിരിക്കുന്നത് ഇപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ബിറ്റർനെസ് കടന്നു വരേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യം ദൈവമാണ് കൊണ്ടുവന്നതെന്നും ദൈവത്തിന് ഇതിനകത്ത് എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. ദൈവത്തിൽ നാം പരിപൂർണമായി ചാരുക. ഇതാണ് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ രൂത്തിനും നവോമിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇതായിരുന്നു ഞാൻ അന്ന് പറയുണ്ടായി. ഒരു രീതിയിൽ നവോമിയേക്കാൾ കൂടുതൽ കയ്പിന്റെ അനുഭവം കടന്നു വരുന്ന രൂത്തിനാണ്. പക്ഷെ എങ്ങനെയാണ് രൂത്ത് ആ കയ്പിന്റെ അനുഭവം ഇല്ലാതെ വരുവാനുള്ള കാരണം എന്നാ? വായിച്ചാട്ടാ വാക്യം, നീ പോകുന്നിടത്ത് ഞാനും പോരും. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള വ്യത്യാസം. നവോമിയുടെ ജീവിതത്തില് ഈവൻതോ അവൾ ഒരു യഹൂദ സ്ത്രീ ആണെങ്കിലും തന്റെ സ്വന്തം വീട്ടിലേക്കാണ് മടങ്ങിപ്പോരുന്നതെങ്കിലും ആ പർട്ടിക്കുലർ സമയത്തും ദൈവത്തിലുള്ള ആശ്രയം ഇല്ല. അതാണ് തന്റെ വീട്ടിലെ ആൾക്കാർ വന്ന് തന്നോട് ചോദിച്ചപ്പോൾ നവോമി മറുപടി കൊടുത്തത്, നിങ്ങൾ എന്നെ നവോമി പ്ലസന്റ് എന്നല്ല വിളിക്കേണ്ടത്, നിങ്ങളെന്നെ മാറയെന്ന് വിളിക്കുക. സർവശക്തൻ എന്നോട് അത്യന്തം കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കയ്പെന്ന് വിളിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇതേ സ്ഥാനത്താണ് ഈ രൂത്ത് പറഞ്ഞത്, നിന്റെ ദൈവമാണോ എന്റെ ദൈവം. മുമ്പിൽ ഒന്നും തനിക്ക് കാണുവാനില്ല, മുമ്പിൽ യാതൊരു ഭാവിയുമില്ല, തന്റെ ഭാവി മുഴുവൻ അടഞ്ഞു കിടക്കുക, രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗവുമില്ല, ഇനിയൊരു കുടുംബജീവൻ തനിക്ക് കിട്ടുവാനില്ല, എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്ന സ്ഥാനത്ത് രൂത്ത് ഒരു കാര്യം പറഞ്ഞു. രൂത്തിന്റെ ചിന്ത വന്നത് ചില ഭൗതിക നന്മകളായിരുന്നില്ല. രൂത്തിന്റെ ചിന്തകൾ കടന്നു വന്നത് നിന്റെ ദൈവമാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ രൂത്ത് ആശ്രയിച്ചു വന്നത് ആ ദൈവത്തിന്റെ ചെറിയ ആശ്രയിച്ചു
വന്നു. അവൾ ഒരു കാര്യം മനസ്സിലാക്കി, എന്റെ അവസ്ഥകൾക്ക് ഞാൻ എത്രമാത്രം നല്ലത് കണ്ടാലും അതിനേക്കാൾ ഭൗതികമാണ്, ഞാൻ എത്രമാത്രം നന്മയിലേക്ക് ഞാൻ നോക്കിയാലും അതിനേക്കാൾ വളരെ നല്ലതാണ് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ ഭാവി ഞാൻ അവന്റെ കരങ്ങളിൽ കൊടുക്കുന്നുവെങ്കിൽ എന്റെ ഭാവി അനുഗ്രഹപ്രദമായി തീരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷങ്ങൾ രൂപത്തിനെ പോലെ നിന്റെ ഭാവി അടഞ്ഞു കിടക്കുന്നതായിരിക്കാൻ. എന്നാൽ ഒരു ആലോചന ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന്റെ സർവശക്തന്റെ കൈക്കീഴിലോ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ട് സർവശക്തനിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ രൂപത്തിനെ അനുഗ്രഹിച്ചവനായിരിക്കും ദൈവം, രൂപത്തിന് ഒരു കുടുംബം കൊടുത്തവനായിരിക്കും ദൈവം, രൂപത്തിന് ഒരു ഭാവി കൊടുത്തവനായ ദൈവം. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്വർഗത്തിൽ സ്ഥലമാക്കപ്പെട്ട പുസ്തകത്തിൽ രൂപത്തിന്റെ പേര് കടന്നു വരുവാൻ കാരണമായി തോന്നുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണേ, എന്റെയും നിങ്ങളുടെ പേരുകൾ തീർച്ചയായിട്ടും ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള യാതൊരുമില്ല. എന്താ വേണ്ടതെന്താ? മറ്റൊന്നുമല്ല, സാഹചര്യങ്ങളല്ല താൻ നോക്കിയത്, തന്റെ സ്വർഗത്തിലെ ദൈവത്തിൽ പരിപൂർണമായി ചാടി, ദൈവത്തിൽ താൻ പരിപൂർണമായിട്ട് ആശ്രയിച്ചു, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ശ്രദ്ധിക്കോ, ഇന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുന്നുവെങ്കിൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ല എങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. എന്റെ ദൈവമേ, നീ അല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല, ഞാൻ നിന്നിൽ മാത്രം പരിപൂർണമായി ചാരുന്നു, എന്റെ ഈ വിഷയത്തിൽ ഞാൻ നിന്നിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നത് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്ന്, എന്ത് വേണം, എങ്ങനെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്? കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന ആ സംഭവം കൂടെ കൂടെ ഓർക്കുവാനായിട്ട് കാരണമാകരുത്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച. ഇതിനെ വീണ്ടും വീണ്ടും ഓർക്കുന്നു, വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ കയ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. സംഭവിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് ഈ പ്രത്യയമായിരിക്കുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് forgive them. ദൈവം അത് ആഗ്രഹിക്കുന്നു, അവർക്ക് ക്ഷമിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്ഷമിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. വേദപുസ്തകം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 5 43, 44, 45 വാക്യം. ഞാനോ നിങ്ങളോട് പറയും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. താഴെ അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. അപ്പോൾ സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിന് പുത്രന്മാരായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചെയ്യേണ്ടത് നാം ശത്രുക്കളെ സ്നേഹിക്കുക. വളരെ ഈസി ആയിട്ട് പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷെ ഈ ബുദ്ധിമുട്ട് മാറ്റുവാനായിട്ട് എന്ത് ചെയ്താൽ പറ്റും? ദൈവത്തിന്റെ ദാസൻ ഇത് നമ്മളോട് പറയുന്നു, നമ്മൾ ക്ഷമിച്ചു കൊടുക്കുവാൻ പറയുന്നു. ക്ഷമിച്ചു കൊടുക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പക്ഷെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും? നമ്മുടെ ഈ കയ്പ് മാറ്റാനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റോമലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം വളരെ വാല്യുബിൾ ആയിരിക്കുന്ന വേർഡ്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 14. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. പ്രൈസ് ഗാഡ്. അപ്പൊ എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും ആണ് നമ്മളോട് ഒരു കയ്പിന്റെ അനുഭവം നമുക്ക് വരുവാൻ കാരണമായി തീർന്നു എങ്കിൽ നമ്മൾ ലിറ്ററലി ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അത് വേറെ പബ്ലിക്കലി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ റൂമിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അവരെ നമുക്കറിയാമെങ്കിൽ നമുക്കറിയാം ആരോടാണ് നമുക്ക് കയ്പുള്ളതെന്ന്, ആ വ്യക്തി നമുക്ക് ആ കയ്പിന്റെ അത് നമുക്കറിയാമെങ്കിൽ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എങ്ങനെ ഈ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങൾ കടന്നു വന്ന സ്ഥാനത്ത് എനിക്കൊരു വ്യക്തിയോട് ഭയങ്കര കയ്പുണ്ടായിരുന്നു, ഒത്തിരി ഭാരമായിരുന്നു. കാരണം എന്നെ ആ വ്യക്തിയെ ഞാൻ കാണുമ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴും എൻ്റെ ആകപ്പാട് ഞാൻ വളരെയധികം
ചൂടാകുമായിരുന്നു. ഉള്ളിൽ പുറത്താരും അറിയുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഭാരം. ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ആദ്യം ഈ പുള്ളിയുടെ മുഖമാണ് വരുന്നത്. അതോടുകൂടി എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. ഒന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് ചാടി കയറി മുഖം വരും. അതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് ഞാൻ കടന്നു. ഒരു രീതിയിലും എനിക്ക് ഇതിനകത്ത് ഓവർകം ചെയ്യുവാൻ സാധിക്കുന്നില്ല. വളരെ ഭാരപ്പെട്ട ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എങ്ങനെയാണ് ഞാൻ ഈ വ്യക്തിയോടുള്ള ഭാരം എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റുവാൻ സാധിക്കുന്നത്? അന്ന് ദൈവം എന്നോട് ഒരു ക്ലൂ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ ശേഷം വേദപുസ്തകമൊക്കെ ഞാൻ പഠിക്കുന്നത്. അന്ന് എന്നോട് പറഞ്ഞതൊരു ക്ലൂ ഇതായിരുന്നു, യു ബ്ലെസ് ഹിം. നിനക്കറിയാം അവന്റെ വിഷയം എന്നാ, അവൻ എന്താ ആവശ്യം, അവന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നിനക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണമെന്ന് നിനക്കറിയാം. അതുകൊണ്ട് നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആദ്യമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കിയപ്പോൾ ഈ പുള്ളിയുടെ പേര് വരുമ്പോൾ തന്നെ ഞാനല്പം ഭാരപ്പെട്ടു. പക്ഷെങ്കിൽ ഒരു ചില ദിവസങ്ങൾ 1-2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ട് 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. ആ സമയം കടന്നു വന്ന ഓരോ ദിവസങ്ങൾ ഈ പുള്ളിയുടെ വിഷയം എനിക്കറിയാം. ആ പുള്ളിയെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ദിവസം വീണ്ടും പ്രാർത്ഥിക്കാൻ എനിക്ക് അല്പം കൂടെ ബോൾഡ്നെസ് കിട്ടി. അതോടുകൂടെ സംഭവിച്ചത് എനിക്ക് പുള്ളിയോടുള്ള എനിമിറ്റി, ആ കയ്പ് പേർക്ക് കുറയുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ഇന്നും അദ്ദേഹം ഈ ലോകത്തുണ്ട്, ഈ ദേശത്തുണ്ട്. എന്ത് കണ്ടാലും എനിക്കൊരു ഭാരമില്ല. കാരണം ഓൾറെഡി എൻ്റെ ഉള്ളിൽ നിന്ന് ആ കയ്പ് മാറ്റപ്പെട്ടു. ഞാൻ വളരെയധികം പരിശ്രമിച്ചു. ഞാൻ ഇവിടെയാണോ എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഞാൻ വളരെ ശ്രദ്ധിക്കുവാൻ ഇടയായിത്തീർന്ന ഒരു വിഷയം. ഈ ഒരു ഭാഗം കടന്നു വന്നപ്പോൾ ഒരു രീതിയിലും വിടുതൽ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ സ്ഥാനത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ നമ്മൾ ലിറ്ററലി കണ്ണുനീരോടുകൂടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഭാരം മാറ്റപ്പെടുകയാണ്. എന്താ ഇതിന് ആദ്യം വേണ്ടത് നമുക്ക് മനസ്സിലാക്കണം. ആരെങ്കിലും ഒരു സഹോദരനോട് എന്തെങ്കിലും നിനക്കുണ്ട് എന്ന് തോന്നിയാൽ നിന്റെ വഴിപാട് അവിടെ വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം പോയി നിരപ്പിന്റെ അനുഭവം ആവശ്യമാ. ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് പറഞ്ഞു പോകണമെന്നില്ല. നമ്മൾ കണ്ട ഒരു ഭാഗമുണ്ട്, കയ്പെന്ന് പറയുന്നത് ഒരു വേരാണ്. ആ വേര് മൂടോടെ പിഴുതെടുക്കാത്തിടത്തോളം കാലം ആ വേര് വീണ്ടും അവിടെ കടന്ന് പൊട്ടിക്കിളിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം, എനിക്ക് അവരോടൊരു പ്രശ്നവുമില്ല. എന്നാൽ ആ വേര് അവിടെ കിടക്കുന്നിടത്തോളം ചില കാലങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഈ വേര് പൊട്ടിക്കിളിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് അത് വേരോടെ പകച്ചു കളയുന്നതിനെ ആവശ്യം. എന്താ വേരോടെ പകച്ചു കളയുവാനുള്ള മാർഗം എന്താ? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഞാൻ ഇന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്പം കൂടെ സമയം കൂടുതലെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി ഹൃദയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീര് കടന്നു വരട്ടെ. കണ്ണുനീരോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ സംഭവിക്കുന്നറിയാമോ? ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കയ്പ് പരിപൂർണമായി മാറ്റിക്കൊണ്ട് സമാധാന നിരപ്പിന്റെ ഒരു അവസ്ഥയിൽ കൂടെ മുൻപോട്ട് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. അതോടുകൂടി എന്ത് സംഭവിക്കും? ക്ഷമിച്ചു കൊടുക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കും. പിന്നീട് എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഒരു കാലത്തും ഇങ്ങനെ കയ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ചു വേണം. ഇത് ഞാൻ പറയുണ്ടായി, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.